രാഷ്ട്രീയ കേരളത്തിൻ്റെ കണ്ണും കാതും ഇപ്പോൾ നിലമ്പൂരിൽ തന്നെയാണ്. പല തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനം PV അൻവർ എന്ന വ്യക്തി തന്നെയാണ്. എന്തായിരിക്കും ഇനി അവിടെ നടക്കുക എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. അൻവറിൻ്റെ UDF മുന്നണി പ്രവേശനം ഒരു ഭാഗത്തിരിക്കുന്നു, അതിനിടയിലുള്ള വിവാദങ്ങളൊക്കെ മറ്റൊരു ഭാഗത്തിരിക്കുന്നു. അതിനിടയിൽ ഇന്നിപ്പോൾ അല്പസമയം മുമ്പും അൻവർ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വരെ KC-യിലേക്ക് ആയിരുന്നു ഉറ്റുനോക്കിയത് എങ്കിൽ ഇന്നിപ്പോൾ എല്ലാം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു എന്നാണ് അൻവർ പറഞ്ഞത്. എന്താണ് നിലമ്പൂരിൽ നടക്കാനിരിക്കുന്നത് എന്ന് പരിശോധിക്കാം. ദാവൂദ് സർ, ഇപ്പോഴും ഒരു കാര്യത്തിലും ഒരു തീരുമാനമാവാത്തൊരു രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. UDF ഒക്കെ പ്രചാരണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അൻവർ എന്ന് പറയുന്നൊരു വ്യക്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കടക്കുന്നതെങ്കിൽ എന്തായിരിക്കും നിലമ്പൂരിൽ ഇനി ഉണ്ടാവുക? അൻവർ ഇന്ന് ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. നിലമ്പൂരിലൊക്കെ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അൻവർ തുടരും എന്ന് പറഞ്ഞിട്ട്, ഈ മോഹൻലാലിൻ്റെ തുടരും എന്നുള്ള ഫോണ്ടിൽ. അപ്പോൾ ചിലപ്പോൾ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സംസാരം കണ്ടിട്ട് അദ്ദേഹം മത്സരിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നു. അങ്ങനെ വരികയാണെങ്കിൽ അത് UDF-നെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഈ ഇലക്ഷൻ ഉണ്ടായത് എന്തിൻ്റെ പേരിലാണ്? അൻവർ രാജിവെച്ചതിൻ്റെ പേരിലാണ്. അൻവർ എന്തിനാണ് രാജിവെച്ചത്? അദ്ദേഹം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പിണറായിസം. പിണറായി വിജയൻ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ, സവിശേഷമായി പോലീസ് നയങ്ങൾക്കെതിരെ, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ പോലീസിലെ സംഘവൽക്കരണം, RSS വൽക്കരണം നടക്കുന്നു പോലീസിൽ. പിന്നെ മലപ്പുറം ജില്ലയിലെ പോലീസ് ഒരു ക്രിമിനൽ ഫോഴ്സായി മാറിയിരിക്കുന്നു. അവർ ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് നേതൃത്വം കൊടുക്കുന്നു തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിച്ചു. പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട്, പാർട്ടിയുടെ MLA ആയി നിന്നുകൊണ്ട്, CPM-ൻ്റെ MLA ആയി നിന്നുകൊണ്ട് ഈ വിമർശനങ്ങൾ പരസ്യമായി ഉന്നയിക്കുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും അങ്ങനെ പരസ്യ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ആ പാർട്ടിയിൽ അധികാരം നിൽക്കാൻ പറ്റില്ല, രാജിവെക്കുന്നു. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പുണ്ടായത്? അത് അൻവർ രാജിവെച്ചുകൊണ്ടാണ്. അൻവർ രാജിവെച്ചെന്തുകൊണ്ടാണ്? പിണറായി വിജയൻ്റെ പോലീസ് നയങ്ങളെയും മലപ്പുറത്തെ നയങ്ങളെയും വിമർശിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാരണക്കാരൻ അൻവറാണ്, അതിൽ സംശയമില്ലല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്തായിരിക്കണം? ക്യാമ്പയിൻ ടോപ്പിക് എന്തായിരിക്കും? അതും ഇത് അൻവർ ഉന്നയിച്ച വിഷയങ്ങളായിരിക്കും. ഈ പറയുന്ന പോലീസിങ്ങുമായി ബന്ധപ്പെട്ട, പിണറായി വിജയൻ്റെ ഭരണരീതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അൻവറിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേക്ക് ഉണ്ട് എന്നത് വളരെ സംശയരഹിതമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാരണക്കാരൻ. അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിച്ചത്. പക്ഷേ ആ നിലക്ക് അദ്ദേഹത്തെ പരിഗണിക്കുവാൻ, ഗൗനിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ അനിഷ്ടവും കെറിവും അദ്ദേഹത്തിനുണ്ട്. അതേസമയം ഇദ്ദേഹത്തിൻ്റെ ഈ നാവിക ശക്തിയുണ്ട്, നാക്കിൻ്റെ ഇതുകൊണ്ട് UDF-ൻ്റെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന പല പരാമർശങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് UDF-ൻ്റെ കാൻഡിഡേറ്റുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ UDF-ൻ്റെ കാൻഡിഡേറ്റ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വരുന്നതിൽ ഷൗക്കത്തിന് ഒട്ടുമേ താല്പര്യം ഉണ്ടായിരുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം നേരത്തെ അൻവർ അവിടെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ലോക്കൽ റൈവലായിരുന്ന ആളാണ് ഷൗക്കത്ത്. ആ ഷൗക്കത്ത്, ഞാൻ രാജിവെച്ചിട്ട് ഷൗക്കത്ത് MLA ആകുക എന്ന് പറയുന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണത്താലാകാം അൻവറിനെതിരെ, അല്ലെങ്കിൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പരസ്യമായ നിലപാടെടുത്തു. അപ്പോൾ കോൺഗ്രസ് അവരുടെ സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗമല്ലാത്ത ഒരാൾ പരസ്യമായ നിലപാടെടുക്കുന്നത് കോൺഗ്രസ്സിനെ അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുന്ന കാര്യമാണ്. അത് സ്വാഭാവികമാണ്. പക്ഷേ അതേസമയം അൻവർ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറയുകയും UDF-നോടൊപ്പം നിൽക്കുമെന്ന് പറയുകയും ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം വെക്കുന്നൊരു ഡിമാൻഡുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പാർട്ടിയുണ്ട്, തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട്. ഈ പാർട്ടിയെ മുന്നണിയിലെടുക്കണം എന്നത് അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ്. മുന്നണിയിലെടുക്കാം എന്നതിനെക്കുറിച്ച് പോസിറ്റീവായ സൂചനകളാണ് UDF നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. പക്ഷേ അത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അറിയിപ്പ് ലഭിക്കുന്നില്ല. ഇത് മുന്നണിയിൽ കയറാൻ പറ്റുമോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്ക് നിൽക്കുമ്പോഴും അതിൽ ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ അസോസിയേറ്റ് അംഗത്വം എന്ന് പറഞ്ഞ പുതിയൊരു വാക്ക് കേൾക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത്. നൗഫലാകൻ മുമ്പ് കേട്ടിട്ടുണ്ടാകും. രാജ്യങ്ങൾ തമ്മിലുള്ള UDF-ൽ അംഗവും അസോസിയേറ്റ് അംഗവും അങ്ങനെ ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഈ ക്രിക്കറ്റിലുണ്ട് അങ്ങനെ ICC ടീമുകളിൽ ആണ് കളിക്കാത്ത ടീമുകൾ അസോസിയേറ്റ് ടീമുകളാക്കിയിട്ടുണ്ട്. ഈ പിന്നെ CPM-ൽ അങ്ങനെ ഉണ്ട് മെമ്പർഷിപ്പിന്, എന്താണ് മെമ്പറും വേറെ എന്തോ ഒരു ഇതേമാതിരിയുള്ള പരിപാടിയുണ്ട്. എനിവേ, ഇപ്പം JSS വന്നു. JSS വന്നപ്പോൾ UDF അതിനെ രണ്ട് കൈയും കൊണ്ടിട്ട് സ്വീകരിക്കാൻ നമ്മൾ കണ്ടു. CMP വന്നപ്പം വളരെ എളുപ്പം സ്വീകരിക്കപ്പെട്ടു.
ആ നിലയിൽ അൻവർ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അത് സംബന്ധമായ ഏതെങ്കിലും നിലയ്ക്ക് ഒരു ഉറപ്പ് കൊടുക്കാൻ UDF നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുമ്പം കെ മുരളീധരൻ്റെ വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട്. മുരളീധരൻ പറയുന്നത് മെയ് 2 ചേർന്നിട്ടുള്ള UDF കമ്മിറ്റിയിൽ അദ്ദേഹത്തെ അസോസിയേറ്റ് മെമ്പറാക്കാൻ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ അസോസിയേറ്റ് മെമ്പറാക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ അതിൻ്റെ ഇടയിലാണ് യുദ്ധം വന്നത്. യുദ്ധം വന്നപ്പോൾ ഈ ഇലക്ഷനൊന്നും നടക്കൂല എന്നുള്ള അത് അദ്ദേഹത്തെ അറിയിക്കാൻ തീരുമാനിച്ചു. പക്ഷേ യുദ്ധം വന്നു, തെരഞ്ഞെടുപ്പ് തന്നെ നടക്കുമോ എന്നുള്ള ഒരു സംശയം വന്നപ്പോൾ അങ്ങ് നീണ്ടുപോയതാണ്. അത്രയേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതിപ്പോഴാണ് മുരളീധരൻ പറയുന്നത്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് അൻവർ പറഞ്ഞതാണ് ഈ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്ന് ലോകത്ത് ആദ്യമായിട്ട് കേൾക്കണം ഇപ്പോൾ എന്നാണ് അൻവർ പറയുന്നത്. ഇനി ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണത്, ഒരു മുന്നണിയാകുമ്പോൾ ആ മുന്നണി എത്രത്തോളം അക്കമഡേറ്റീവാണ്, എത്രത്തോളം ആളുകളെ കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കും, എത്രത്തോളം ആളുകളെ കൂട്ടിയോജിപ്പിച്ച് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് മുന്നണി രാഷ്ട്രീയത്തിലെ കല എന്ന് പറയുന്നത്. അപ്പോൾ ഏകകക്ഷി ഒറ്റക്കക്ഷി പോരാട്ടം നടത്തുകയാണെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല. ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളുടെയോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ധൈര്യപൂർവ്വം ഒറ്റ സ്ഥാനാർത്ഥി, ആരോട് ആലോചിക്കേണ്ട, സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുക, മത്സരിക്കുക, പോവുക. പക്ഷേ മുന്നണി രാഷ്ട്രീയം അങ്ങനെയല്ല. ആ മുന്നണി രാഷ്ട്രീയം UDF കേരളത്തിലെ LDFിൽ നിന്ന് പഠിക്കേണ്ടതാണ്, അല്ലെങ്കിൽ CPM നിന്ന് പഠിക്കേണ്ടതാണ്. CPM കേരളത്തിലെ ഏറ്റവും ഭദ്രതയുള്ള, സംഘടനാശേഷിയുള്ള, ബലമുള്ള, കരുത്തുള്ള, ഗ്രാസ് റൂട്ട് ലെവൽ നെറ്റ്വർക്കുള്ള, ഓയിൽഡ് മെഷീൻ എന്ന് പറയാവുന്ന അതിഗംഭീരമായുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. കേരളത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ അവർ LDFിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുമ്പോൾ അവർ കാണിക്കുന്ന വിശാലമായ സമീപനമുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, കോൺഗ്രസ് എസ് എന്ന് പറയുന്ന പാർട്ടിയെ പോലും അവർ അക്കമഡേറ്റ് ചെയ്യുന്നു, മന്ത്രിസ്ഥാനം കൊടുക്കുന്നു, കൂട്ടിച്ചേർക്കാൻ പറ്റാവുന്നിടത്തോളം ആളുകൾ കൂട്ടിച്ചേർക്കുന്നു. കേരള കോൺഗ്രസ് മാണി അവരെടുക്കുന്നു. കേരള കോൺഗ്രസ് മാണി എടുക്കുമ്പോൾ എന്താണ്, അവർ കൈവശം വെച്ച പല സീറ്റുകളും കൊടുക്കേണ്ടി വരും. അതുപോലും അസ്വാരസ്യങ്ങളില്ലാതെ, അസ്വസ്ഥതയില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റുന്നു. ഇത് അൻവറിൻ്റെ ചെറിയ പാർട്ടിയാണ്, അധികം സീറ്റുകളൊന്നും അൻവറിന് കൊടുക്കേണ്ടി വരില്ല. പക്ഷെ അതുപോലും കാലുഷ്യമില്ലാതെ, അലമ്പില്ലാതെ അക്കമഡേറ്റ് ചെയ്യാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. ഒരു പാർട്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും പാർട്ടിയാകട്ടെ, വ്യക്തികളാകട്ടെ, അത് വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ, അതിനെ അക്കമഡേറ്റ് ചെയ്യാൻ, അത് ഈ UDF എന്ന് പറയുന്ന ഈ പ്രവാഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ഉള്ള ഘടകകക്ഷികളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് മാണി കോൺഗ്രസ് പോയതിന് ശേഷമാണ് ഈ അവസ്ഥ എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയാണ് മുന്നണി രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നതെങ്കിൽ ഇത് അങ്ങനെ പോകാൻ പറ്റില്ല. ഈ കോൺഗ്രസിൻ്റെ ബലത്തിൽ മാത്രം ഭരണം പിടിക്കാം, ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പിണറായിസത്തെ തോൽപ്പിക്കാം എന്ന് വിചാരിക്കുന്നത് മൂഢസ്വർഗത്തിലാണ്. മുന്നണി രാഷ്ട്രീയമാകുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആവശ്യമായി വരും, വിശാലത ആവശ്യം വരും. ചെറിയ കക്ഷിയാണ്, അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമില്ല, അവരെവിടെയാണുള്ളത്, ആളുള്ളത്. ഇപ്പം കടന്നപ്പള്ളി രാമേന്ദ്രൻ്റെ പാർട്ടിക്ക് എവിടെയാണ് ആളുള്ളത്? NCP ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എവിടെ എന്ത് കിട്ടുമോ പോകുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് കേരള കോൺഗ്രസിൻ്റെ ആന്റണി രാജുവിൻ്റെ എന്താ പറയുക, ജനാധിപത്യ കേരള കോൺഗ്രസ്. ഇതൊക്കെ എന്ന് വെച്ചാൽ സമൂഹത്തിലെ ഏതെല്ലോ തലങ്ങളിലുള്ള ചില അടരുകളിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരാണ്. അതിനെല്ലാം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത്. CPI തന്നെ ഒറ്റയ്ക്ക് മത്സരിച്ച് അവിടെ CPI 4 പാർലമെൻറ്റ് സീറ്റാണ് LDF കൊടുക്കുന്നത്, മനസ്സിലാക്കണം. 4 പാർലമെൻറ്റ് സീറ്റാണ് മത്സരിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു തരം ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും സമീപനം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിലയാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച UDF ആണ്, ആദ്യം കളത്തിലിറങ്ങിയ UDF ആണ്. UDFന് എന്ത് തന്നെ ഒരു മേൽക്കൈ ഉണ്ടായത്, ആ മേൽക്കൈ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ TMC തൃണമൂൽ കോൺഗ്രസിനെ ഇതിലെടുക്കണമെങ്കിൽ ഇത് ഹൈക്കമാൻഡിൻ്റെ ഇത് വേണം. അതൊക്കെ സാങ്കേതികമായ കാര്യം. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അറിയേണ്ട കാര്യമില്ല. അയാളൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നു, അത്യാവശ്യം ജനബന്ധനമുണ്ട്. അതിലൊന്നും ആരും തർക്കിക്കേണ്ട കാര്യമില്ല. നിലമ്പൂർ ഏറനാട് മേഖലയിൽ അദ്ദേഹത്തിന് ജനപിന്തുണയുണ്ട്. അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിച്ചാൽ വൻ മുന്നേറ്റം നടത്തും, ജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു ഡിസ്റപ്റ്റീവ് ഫോഴ്സെങ്കിലുമാണ്. കോൺഗ്രസിനകത്തെയും CPMനകത്തെയും അസംതൃപ്തരെ, മുസ്ലിം ലീഗിനകത്തെയും അസംതൃപ്തരെ ആകർഷിക്കാൻ പുള്ളിക്ക് കഴിയും. പിന്നെ പുള്ളി ഉന്നയിച്ച വിഷയം അത് വാലിഡായ ഒരു വിഷയമാണ്. അത് ഇടതുപക്ഷത്തിനകത്ത് തന്നെ ഉള്ള ആളുകൾ എൻഡോസ് ചെയ്ത കാര്യമാണ്, കേരളത്തിലെ പോലീസിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പം അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ മുന്നണിയെ വികസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും പുതിയ ഊർജ്ജം നൽകാനുമൊക്കെ സാധിക്കുമായിരുന്നൊരു സാധ്യതയെ ദുർവാശി കൊണ്ട് UDF നേതൃത്വം ഇല്ലാതാക്കുകയാണ്. അതിൻ്റെ വില അവരെടുക്കേണ്ടി വരും. നൗഫൽ, ഇപ്പോൾ ദാവൂദ് സാർ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പല അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ
UDF എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും? ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഈ മുന്നണി മര്യാദ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, അപ്പോൾ അത് കോൺഗ്രസ് പാലിക്കണം. അതോടൊപ്പം തന്നെ മുന്നണിയിലേക്ക് കയറാൻ പോകുന്ന PV അൻവറും പാലിക്കണം. കാരണം കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രഖ്യാപിച്ച ഉടനെ തന്നെ അദ്ദേഹം ജയിക്കില്ല എന്ന് ഈ മുന്നണിയിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന ഒരാൾ പറയുകയാണ്. അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ ചൊടിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ചും VD സതീഷിനെ ചൊടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. PV അൻവർ സത്യത്തിൽ 2 ആവശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, അദ്ദേഹത്തിന് നിലമ്പൂരിൽ താൻ ആഗ്രഹിക്കുന്ന ആളെ മത്സരിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം UDFൽ പ്രവേശിക്കണം എന്നുള്ളതാണ്. ആര്യടൻ ഷൗക്കത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചതോടുകൂടി അദ്ദേഹത്തിന് നിലമ്പൂരിൽ താൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി വരില്ല എന്നുള്ള കാര്യം ഉറപ്പായി. ഇനി അദ്ദേഹത്തിന് ആകെ ഒരു സാധ്യത UDF പ്രവേശനമാണ്. അപ്പോൾ ആ രണ്ടാമത്തെ സാധ്യതയെയും അദ്ദേഹം ഇല്ലാതാക്കുന്നതാണ് പിന്നീട് കാണുന്നത്. അത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പരസ്യമായി തള്ളുന്നതോടുകൂടിയാണ് അതില്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് പൂർണ്ണമായും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. ഓരോ ദിവസവും ഇന്ന് അദ്ദേഹത്തിൻ്റെ മാക്സിമാണ്. കാരണം അൻവർ മിണ്ടാത്ത സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണല്ലോ. അൻവർ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇനി നിങ്ങളോട് സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം മൈക്കിന് മുന്നിൽ വരും. അതാണ് അദ്ദേഹത്തിൻ്റെ രീതി. ഇന്ന് അദ്ദേഹം 4 മണി വരെ ക്ഷമിച്ചിരുന്നു. KC ആണ് ഇനി രക്ഷ എന്ന് പറഞ്ഞ് കാത്തു നിന്നിട്ട് KCയെ ഫോണിൽ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അവസാനം 4 മണിക്ക് അദ്ദേഹത്തിന് പിടിവിട്ട് പ്രതികരിക്കേണ്ടി വരികയും അദ്ദേഹം വളരെ കൃത്യമായ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്, എന്നെ ഒതുക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിനെ VD സതീശൻ ഉപയോഗിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇനി ഒരു ചർച്ചയ്ക്ക് പോലും സാധ്യതയില്ലാത്ത വിധം അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് 2 ആവശ്യങ്ങളിൽ 2ഉം നടക്കാത്ത രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇനി PV അൻവർ ഇങ്ങനെയാണോ കോൺഗ്രസ് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. ഇപ്പം ആര്യടൻ ഷൗക്കത്തിൻ്റെ പേര് പ്രഖ്യാപിക്കുന്നതോടുകൂടിയാണല്ലോ അൻവർ പ്രകോപിതനാകുന്നത്. അൻവർ പ്രകോപിതനാകാൻ കാരണമായ ഈ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് ഒരുപാട് സമയമുണ്ടായിരുന്നല്ലോ. അവർക്ക് കത്ത് കൊടുത്തിരുന്നു. ആ കത്തിന്മേൽ ഇവർക്ക് ചർച്ച നടത്താൻ സമയമുണ്ടായിരുന്നു. ഇവർ ചർച്ച നടത്തിയിട്ടുണ്ട്. അത് അൻവറിനോട് പറയാനുള്ള സമയമുണ്ടായിരുന്നു. ഇനി യുദ്ധം വന്നെങ്കിൽ, യുദ്ധമാണ് തടസ്സമെങ്കിൽ യുദ്ധം വന്നതുകൊണ്ട് ഇത് കുറച്ച് നീളും എന്ന് പറയാൻ, അല്ലെങ്കിൽ പിന്നീട് പറയാമെന്നെങ്കിലും അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നല്ലോ. ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ ഈ കാലത്ത് ഒരു പ്രയാസമുള്ള കാര്യമേ അല്ലല്ലോ. പ്രത്യേകിച്ചും ഈ ഒരാവശ്യം മാത്രം മുന്നിൽ വെച്ച് നടക്കുന്ന ഒരാളോട് സംസാരിക്കാവുന്നതല്ലേ. പക്ഷേ ഇത് എല്ലാം പരസ്യമായി പറയണം. ഇപ്പോൾ ആരാദ്യം പറയും എന്നുള്ളതാണ് ചോദ്യം. അതായത് ഞാൻ ആര്യടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്നു എന്ന് PV അൻവർ പറയണമെന്ന് സതീശനും തന്നെ അസോസിയേറ്റഡ് മെമ്പറെങ്കിലും ആക്കിയെന്ന് പ്രഖ്യാപിക്കണമെന്ന് അൻവറും ആവശ്യപ്പെടുന്നു. ഇത് ആരാണ് ആദ്യം പറയാന്നുള്ളൊരു സംഗതി മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. അപ്പോൾ അത് 2 പേരും പറയാൻ സാധ്യത ഇപ്പോഴും കാണുന്നില്ല. കാരണം 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചു കഴിഞ്ഞു. സതീശിൻ്റെ ഭാഗം നോക്കുമ്പോൾ വളരെ ക്ലിയറാണ്. അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ സ്ഥാനാർത്ഥി UDFൻ്റെ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് അൻവർ പറയട്ടെ, എന്നാൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ശരിയാണ്. അൻവർ പറയുന്നു, ഇത്രയും കാലം നമ്മൾ ചർച്ച നടത്തുന്നു, എന്നെ അസോസിയേറ്റഡ് മെമ്പർ, അത് ലോകത്ത് ഇതുവരെ കേൾക്കാത്തൊരു വാക്കാണ്, പക്ഷേ അതെങ്കിലും ആക്കി അല്ലെങ്കിൽ ബസ്സിൻ്റെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് പിണറായി സത്തിനെതിരെ നേരിടാൻ ഞാൻ തയ്യാറാണ്, അതുകൊണ്ട് അതെങ്കിലും ഒന്ന് പ്രഖ്യാപിക്കൂ, എന്നെ ഒന്ന് കൂട്ടിപ്പിടിക്കൂ, അപ്പോൾ ഞാൻ പിന്തുണ നൽകാം എന്ന് അൻവറും പറയുന്നു. അപ്പോൾ രണ്ടിനിടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അത് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ അത് ചർച്ച ചെയ്ത് തീരുമാനിക്കാതെ പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത് നിലമ്പൂരിൽ UDFന് ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം PV അൻവർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഒന്നുമല്ല എന്ന് ഇവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ദാവസേബ് പറഞ്ഞ പോലെ അദ്ദേഹം മൂഢസ്വർഗത്തിലാണ്. കാരണം PV അൻവർ എന്ന് പറയുന്ന വ്യക്തി ആര്യടൻ മുഹമ്മദ് കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലത്തെ അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിച്ചപ്പോൾ, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് 10,000-ലധികം ഭൂരിപക്ഷത്തിനാണ് ആ സീറ്റ് പിടിച്ചെടുത്തത്. അതിന് മുമ്പ് ഒരു PV അൻവർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഏറനാട് മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിന് 2ാം സ്ഥാനത്ത് എത്താൻ പറ്റി. അതായത് അന്ന് CPIയുടെ LDFൻ്റെ സ്ഥാനാർത്ഥി CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന് വെറും 3000-ൽ താഴെ വോട്ട് മാത്രമാണ് ആ മണ്ഡലത്തിൽ ലഭിച്ചത്. CPMൻ്റെ 4ാം സ്ഥാനത്തേക്ക് എത്തി. CPMൻ്റെ പിന്തുണ പോലും അന്ന് അൻവർ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് ഇപ്പം ഈ പറയുന്ന മുന്നണി മര്യാദയൊക്കെ വെച്ച് നോക്കുമ്പോൾ LDF വൻ പൊട്ടിത്തെറി ഉണ്ടാകേണ്ട ഒരു സംഭവമായിരുന്നു. പക്ഷേ LDFൽ ഒന്നും സംഭവിച്ചില്ല. കാരണം സ്വന്തം മുന്നണിക്കെതിരെ വോട്ട് ചെയ്തു അന്ന് CPMകാർ. അത് അൻവറിനെ കൊണ്ടാണ് സംഭവിച്ചെന്ന് പറയണം. അപ്പോൾ അൻവറിന് അത്തരത്തിലുള്ള കഴിവുകളുള്ളൊരു വ്യക്തിയാണ്. അതിന് മുമ്പോ ശേഷമോ വയനാട് ലോക്സഭാ മണ്ഡലം മത്സരിച്ചു. അവിടെ നല്ല വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. വലിയൊരു ശതമാനം വോട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചു. അപ്പം അദ്ദേഹത്തിന് വോട്ട് സംഘടിപ്പിക്കാനും
ഉള്ള പ്രത്യേകമായ കഴിവുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആശ്രിതരായി ഒരുപാട് ആൾക്കാരും ആ മണ്ഡലങ്ങളിലൊക്കെ ജീവിക്കുന്നുണ്ട്. ആ തരത്തിലൊക്കെ വോട്ട് സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ ചാനലത്തിന് പ്രതികരിക്കുന്നത് കണ്ടു. അൻവർ ഒറ്റയ്ക്ക് നിന്നാൽ അദ്ദേഹത്തിന് 1 വോട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് കഴിഞ്ഞ തവണ LDF കിട്ടിയ വോട്ടാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. അത് വളരെ തെറ്റായൊരു വിശകലനമാണ്. കാരണം അങ്ങനെയല്ല. ഇദ്ദേഹം പിണറായി വിജയനെതിരെ അത്രയും ശക്തമായ നിലപാടെടുത്തുകൊണ്ട് രാജിവെച്ച ഒരു വ്യക്തിക്ക് ഇനി LDF അനുകൂലിക്കുന്ന ആരാണ് വോട്ട് ചെയ്യുക? ആരും വോട്ട് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള വിശകലനങ്ങളൊക്കെ വളരെ തെറ്റാണ്. അൻവർ ഒരു ഘടകമല്ല എന്നാണ് UDF കരുതുന്നതെങ്കിൽ അതും തെറ്റാണ്. നിലവിലുള്ള അവർക്ക് ഉണ്ടാകേണ്ടിയിരുന്ന മേൽക്കോയ്മ ഈ ഒരു വിഷയത്തോടു കൂടി ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം എങ്ങനെയെങ്കിലും രമ്യമായി പരിഹരിക്കുന്നതാണ് UDF നല്ലത്. ഇനി അത് പരിഹരിച്ചില്ലെങ്കിൽ കഷ്ടിച്ചൊരു ജയം ഷൗക്കത്തിനുണ്ടായേക്കാം എന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. അതെ, തെരഞ്ഞെടുപ്പിന് ഇനി അധികം ദിവസമില്ല, നമുക്കറിയാം. അതിനു മുമ്പ് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കേണ്ടതുണ്ട്. കൃത്യമായ ഒരു പ്രശ്നപരിഹാരം UDF മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് തന്നെ കരുതാം.